മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികളോട് ഇന്ത്യക്കാരെ ജോലിക്കെടുക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്നാണ് നിർദ്ദേശം. ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയിലെ IT മേഖലയിൽ എന്ത് മാറ്റങ്ങളുണ്ടാക്കും? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യക്കാരായ ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതിനും പകരം ഇനി മുതൽ സ്വന്തം രാജ്യത്തുള്ളവർക്ക് ജോലി നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 24-ന് വാഷിംഗ്ടണിൽ നടന്ന AI ഉച്ചകോടിയിൽ സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന. അമേരിക്കൻ AI വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും വിദേശ നിർമ്മാണവും റിക്രൂട്ട്മെന്റും കുറയ്ക്കാനും ലക്ഷ്യമിടുന്ന 3 എക്സിക്യൂട്ടീവ് ഓർഡറുകളും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിനു പകരം ലോകത്തുള്ള ആർക്കു വേണമെങ്കിലും ജോലി നൽകാമെന്ന ടെക് കമ്പനികളുടെ നിലപാടിനെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുന്നു. പല അമേരിക്കക്കാരും അവഗണിക്കപ്പെടാൻ ഇടയാക്കിയെന്നും തന്റെ ഭരണകൂടത്തിന് കീഴിൽ ഇനി അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് വൻ ലാഭം നേടുന്നവർ രാജ്യത്തിന് പുറത്ത് നിക്ഷേപം നടത്തുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ IT ഹബ്ബുകളാണ്. കണക്കുകൾ പ്രകാരം 2024-ൽ ഇന്ത്യയിൽ 1800-ലധികം ഓഫ്ഷോർ കോർപ്പറേറ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവയിൽ ഭൂരിഭാഗവും അമേരിക്കൻ കമ്പനികളാണ്. ഈ ഓഫീസുകളിൽ ഏകദേശം 19 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. 2030-ഓടെ 6 മുതൽ 9 ലക്ഷം പേർ കൂടി ജോലിയിൽ പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ IT വ്യവസായം കഴിഞ്ഞ വർഷം ഏകദേശം $65 ബില്യൺ വരുമാനമാണ് നേടിയത്. അമേരിക്കൻ കമ്പനികൾക്ക് റിക്രൂട്ട്മെന്റ് കുറയ്ക്കേണ്ടി വന്നാൽ ഇന്ത്യയിലെ ജോലി അവസരങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ H-1B വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കാനും സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു പ്രതിസന്ധി. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ H-1B വിസകൾ നിർണായകമാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് H-1B വിസ നയങ്ങൾ കർശനമാക്കിയത് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് വെല്ലുവിളിയായിരുന്നു. അതേസമയം ട്രംപിന്റെ ഈ നയം ഇന്ത്യയിലെ IT മേഖലയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കാനുള്ള അവസരം കൂടി ഇത് നൽകുന്നുണ്ട്. ഓട്ടോമേഷനും AI-യും ഉപയോഗിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ IT വ്യവസായം. എന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവ IT പ്രൊഫഷണലുകൾക്ക് നഷ്ടമുണ്ടാകുമോ എന്നത് വരും മാസങ്ങളിൽ അറിയാൻ കഴിയും.